ഇന്ന് നമുക്ക് ചോറിന് പറ്റിയ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ കോവയ്ക്ക. ഇനി നമുക്കതൊരു 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ മുറിച്ചെടുക്കാം. കുറച്ച് കനം കുറഞ്ഞ 4ആയിട്ട് വേണ്ട, കുറച്ചും കൂടി കനം കുറച്ച് മുറിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി കൈ വെച്ചൊന്ന് തിരുമ്പണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പത പോലെ വരും കേട്ടോ. അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിങ്ങനെ പത പോലെ ഇങ്ങനെ അതിൽ വരും. അത് നന്നായി കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതെ, നമ്മളെല്ലാ കോവയ്ക്കതേ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോവയ്ക്ക ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാം. ഫസ്റ്റ് നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതേ കുറച്ച് മുളക് പൊടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ വീണ്ടും ഉപ്പ് ചേർക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഉപ്പ് ഇട്ടല്ലോ, അതുകൊണ്ട് ഇനി വീണ്ടും ഉപ്പിട്ട് കൊടുക്കണ്ട. ഇനി നമ്മൾ ഫസ്റ്റ് കുറച്ചൊരു അരിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. 1 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. അതെ, അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേ ഇങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കോവയ്ക്ക ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കടിക്കാൻ നല്ല രസമായിട്ട് നമുക്ക് കടിക്കാൻ പറ്റും കേട്ടോ. ഇനി വേറെ പണിയൊന്നുമില്ല. നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്കൊന്ന് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി. ഇത് നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് ഇതേ കോവയ്ക്കൊക്കെ ശരിക്കും മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.